പ്രിലിംസ് പരീക്ഷയ്ക്കായിട്ടുള്ള തയ്യാറെടുപ്പിലാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ ഒരു 7 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും പണി കിട്ടും. ഓക്കെ, അപ്പോ ഈ പരീക്ഷ നിങ്ങൾക്ക് അറിയാലോ, ഒരുപാട് പേര് എഴുതാൻ പോകുന്ന ഒരു പരീക്ഷയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പനി ബോർഡ്, NGS ഒക്കെ ക്രാക്ക് ചെയ്യണമെങ്കിൽ ഈ പ്രിലിംസ് പാസ്സായാലേ സാധിക്കൂ. സോ അതുകൊണ്ട് തന്നെ ധാരാളം പേര് ഇതിനോടകം തന്നെ ഇതിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി പ്രിപ്പറേഷൻ പകുതിക്ക് എത്തി നിൽക്കുന്നവരും ഇതുവരെ തുടങ്ങിയിട്ടില്ലാത്തവരും ഇനി തുടങ്ങാൻ പോകുന്നവരും ഒക്കെ ഈ പറയുന്ന ഒരു 7 കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിലായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 10th പ്രിലിംസ് പരീക്ഷ നിങ്ങൾ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തിരിക്കും. അത് ഉറപ്പാണ്. ഓക്കെ, അപ്പോ PSC ജൂലൈ 18-ാം തീയതി ഈ പരീക്ഷ നടക്കുമെന്നുള്ള കാര്യം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കൂടി പോയാൽ ഒരു 70 ദിവസമാണ് ഇപ്പോൾ കൗണ്ട് ചെയ്യുമ്പം നമ്മുടെ മുന്നിലുള്ള സമയം. ഓരോ ദിവസം കഴിയുന്തോറും സമയം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പോ ഇനി കൃത്യമായിട്ട് നമ്മൾ ഇനി അങ്ങോട്ടേക്കുള്ള ദിവസം പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക. ഓക്കെ, അപ്പൊ അതിനു മുമ്പായിട്ട് ഞാൻ കുറെ പേരുടെ റിക്വസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, കുറെ കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു 10th പ്രിലിംസിനായിട്ടുള്ള ഒരു ബാച്ച് ഉണ്ടോ എന്നുള്ളത്. നമ്മൾ ആക്ച്വലി നമ്മളുടെ ഓൾറെഡി 10th കമ്പനി ബോർഡ് LGS ബാച്ചുകൾ, വെബ്കോ LD ബാച്ചുകളിലായിട്ട് ജോയിൻ ചെയ്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ലാസ്റ്റ് ടൈമിൽ നമ്മളൊരു റിവിഷൻ കൊടുക്കാറുണ്ട്. സോ അത് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് പുറത്തു നിന്നുള്ള കുറെ ആൾക്കാര് ഇതിനു വേണ്ടി മാത്രമായിട്ട് എന്തെങ്കിലും ഒരു ക്ലാസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുള്ളത്. സോ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ബാച്ച്, അതായത് 10th പ്രിലിംസിന് മാത്രമായിട്ടുള്ള ഒരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. മെയ് മാസം 11-ാം തീയതി ഒരു ചിട്ടയായ സ്റ്റഡി പ്ലാനോട് കൂടിയിട്ടുള്ള ഒരു ബാച്ചാണ്. ഇത് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു മാത്രം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ബാച്ചിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ്. ഓക്കെ, നമ്മളെ എയിം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, നമ്മൾ ആ 7 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പരീക്ഷയ്ക്ക് പഠിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു പരീക്ഷ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ സിലബസ് നിങ്ങളുടെ കയ്യിൽ വേണം. ഓക്കെ, ഫോണിലുണ്ട്, ലാപ്പിലുണ്ട് എന്നൊന്നും എനിക്ക് കേൾക്കണ്ട, കയ്യില് വേണം. ഓക്കെ, ഈ കയ്യിൽ ഉള്ളതിന്റെ ഗുണം എന്താണെന്നുള്ളത് കയ്യിലുള്ളവർക്കറിയാം. അതായത് കൃത്യമായിട്ട് ഏതൊക്കെ സബ്ജക്റ്റുകള്, ഏതൊക്കെ ടോപ്പിക്കുകള് കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടാകണം. അല്ലാതെ ഇവിടെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തു പോയി പഠിച്ച് ആവശ്യമില്ലാതെ നമ്മളെ സമയം കളഞ്ഞ് അങ്ങനെ പോകേണ്ട ഒരു സിറ്റുവേഷൻ ഒരുപാട് പേരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, കൃത്യമായി ഏതൊക്കെ സബ്ജക്ട്, അതിന് എത്രത്തോളം വെയിറ്റേജ് ഉണ്ട്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള ആ ഒരു ഫുൾ ഡേറ്റ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. വെറുതെ കയ്യിൽ വെച്ചാൽ മാത്രം പോരാ, കൃത്യമായിട്ട് വായിച്ചു നോക്കുക. നിങ്ങൾ ആ സിലബസിലൂടെ ഒരു 100 തവണയെങ്കിലും ഈ ദിവസങ്ങളിലായിട്ട് കടന്നു പോകും. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാം ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കണം, ഏതൊക്കെ ടോപ്പിക്സിനകത്ത് നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി പോകാൻ സാധിക്കും. മാത്രമല്ല, ഓരോ ടോപ്പിക്സ് കഴിയും തോറും നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ മാർക്ക് ചെയ്യണം. അതായത് ഞാൻ ഈ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞു, ഫോർ എക്സാമ്പിൾ നിങ്ങൾ കലാ സാംസ്കാരിക മേഖല പഠിച്ചു കഴിഞ്ഞുവെങ്കിൽ കയ്യിലിരിക്കുന്ന സിലബസിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ടോളൂ. കാണുമ്പോ ഒരു സന്തോഷം തോന്നും, അത് കംപ്ലീറ്റ് ആയി, ഇനി ബാക്കി ഇതേപോലെ കംപ്ലീറ്റ് ആക്കി എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. അപ്പൊ നമുക്കൊരു സന്തോഷം തോന്നും, നമ്മൾ ഇത്രത്തോളം പഠിച്ച് എത്തി എന്നുള്ളൊരു പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയും അത് നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഊർജം തരികയും ചെയ്യും. റാങ്ക് ഹോൾഡേഴ്സിന്റെ അടുത്ത് ചോദിച്ചു നോക്കൂ, ഇവരിങ്ങനെയൊക്കെയാണ് പഠിച്ചു പോകുന്നത്, ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടേ കാര്യമുള്ളൂ, അല്ലാതെ ഒരു അന്തവും കുന്തവും ഇല്ലാതെ തരുന്നത് മൊത്തവും വിഴുങ്ങി പഠിച്ച് അങ്ങനെ പോയി എന്ന് ചെയ്യുന്നു. എക്സാം എഴുതുന്നതില് ഒരു കാര്യവുമില്ല. നമുക്കറിയണം എന്തൊക്കെ പഠിക്കണം എന്നുള്ളത്, ആ പരീക്ഷയ്ക്ക് ഏതൊക്കെ ടോപ്പിക്സ് വേണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് അങ്ങനെ പോയിട്ടേ കാര്യമുള്ളൂ. സോ ഇപ്പൊ നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നവരാണെങ്കിൽ, പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ആദ്യം പോയിട്ട് ഇതിന്റെ സിലബസ് പ്രിന്റ് എടുക്കുക. എന്നിട്ട് നോക്കുക ഏതൊക്കെ സബ്ജക്റ്റുകൾ ഉണ്ട്, എത്രത്തോളം വെയിറ്റേജ് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ തരാം. എന്തായാലും ഞാൻ ഇത് വിട്ടിട്ട് പോകുന്നില്ല, ഞാൻ ഒരു ഓവറോൾ ഐഡിയ ഏതൊക്കെ സബ്ജക്ട് എന്നുള്ളത് തരാം. നോക്കൂ, 60 മാർക്കാണ് GK ഏരിയയിൽ വരുന്നത്. GK മാത്രമല്ല, അതിനകത്ത് കറണ്ട് അഫയേഴ്സും വരുന്നുണ്ട്, കേരളത്തിലെ നവോത്ഥാനവും വരുന്നുണ്ട്. ഓക്കെ, 3 സംഭവങ്ങളാണ് ഈ ഒരു 60 മാർക്കിനായിട്ട് വരുന്നത്. സിമ്പിൾ ആണ്, നിങ്ങൾ
ഒന്നും വിചാരിക്കേണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഒരു 7ാം ക്ലാസ് യോഗ്യതയുള്ള ഒരാൾ ചെയ്യേണ്ട കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. നോക്കൂ, ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ആ ചന്ദ്രയാൻ 3 ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ചോദ്യങ്ങൾ എപ്പോഴും വരുന്നതാണ്. ISROയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിക്ഷേപണങ്ങൾ പഠിക്കുക, അതിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയും കവർ ആകും, അതുപോലെ കറണ്ട് അഫയേഴ്സും കവർ ആകും. അങ്ങനെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രം നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായി ഫോക്കസ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഏരിയയിൽ ഫുൾ മാർക്ക് നേടിയെടുക്കാൻ സാധിക്കും. കലാ സാംസ്കാരിക മേഖല, അതുപോലെ രാഷ്ട്രീയ സാമ്പത്തിക മേഖല, കലാ സാംസ്കാരിക മേഖലയിലും കറണ്ട് അഫയേഴ്സ് ആണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ കായിക മേഖലയിൽ വരുന്ന എപ്പോഴും കറണ്ട് അഫയേഴ്സ് ആണ് കൂടുതലും ചോദിക്കുന്നത്. സാഹിത്യ മേഖല ചോദിക്കും. അപ്പൊ ഈ ഒരു ഏരിയാസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കി പഠിച്ച് അത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും ഓഫ്ലൈൻ ആയിട്ട് പഠിക്കുന്നവരാണെങ്കിലോ ഓൺലൈൻ ആയിട്ട് പഠിക്കുന്ന അവരാണെങ്കിലോ അവർക്കൊരു കൃത്യമായ ഐഡിയ ഉണ്ട് ഏതൊക്കെ ഏരിയാസ് ആണ്. കാരണം വർഷങ്ങളായിട്ട് അവര് അത് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് ആ പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആരുടെയെങ്കിലും ഗൈഡൻസിൽ പഠിക്കുക, അല്ലാതെ സ്വന്തമായിട്ട് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സമയം അവിടെ വേസ്റ്റ് ആയി പോകത്തേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ഏരിയ കവർ ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്ത്യയുടെ ഇന്ത്യൻ ജോഗ്രഫി ആണ് വരുന്നത്. അതും ബേസിക് ആയിട്ട് നിങ്ങളിപ്പോ 10th ലെവൽ പരീക്ഷയ്ക്കൊക്കെ ഓരോ ടോപ്പിക്കായിട്ട് പഠിക്കുന്നതിന്റെ ബേസിക് ലെവൽ സാധനം മാത്രം അവിടെ മതിയാകും. അതിർത്തികള്, അതിരുകള്, ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ 10 മാർക്ക് നമ്മുടെ കയ്യില് സെറ്റ് ആണ്. പിന്നെ നമുക്ക് ഇന്ത്യയുടെ ഹിസ്റ്ററി ആണ്, അതിനകത്ത് ദേശീയ പ്രസ്ഥാനങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതുപോലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ അതൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളൊക്കെ പഠിക്കുമ്പോൾ 10 മാർക്ക്. പിന്നെ ഇത് എന്റെ ഏരിയ ആണ്, നിങ്ങൾക്കറിയാലോ. 10 മാർക്ക് സിമ്പിൾ ആണ്. മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ, പിന്നെ ദേശീയ തലത്തിലുള്ള സാധനങ്ങളെല്ലാം പഠിക്കാം. വിവരാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും പഠിക്കാം. സിമ്പിൾ. ഓക്കെ, അതിനുശേഷം ദാ നോക്കൂ, കേരളത്തിലെ കേരള ജോഗ്രഫി ആണ്. നദികളും കായലുകളൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. വൈദ്യുതി പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ. 10 മാർക്കാണ്. നിങ്ങൾ ഒന്ന് ആലോചിക്കുക, ബാക്കി പരീക്ഷകൾ ഇത്ര ഏരിയ തന്നെ ഒരു 5 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ ചോദിക്കുന്ന സാധനം ഇവിടെ 10 മാർക്കിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, തന്നിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ നവോത്ഥാനം അല്ലെ, കേരളത്തില് നവോത്ഥാനമാണ് ഇമ്പോർട്ടന്റ്. ചട്ടമ്പി സ്വാമി അയ്യങ്കാളിയൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്ര മാർക്ക് കിട്ടിയടാ, 60 മാർക്ക് കിട്ടി. 60 മാർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾ പ്രിലിംസ് ഒക്കെ ക്രാക്ക് ചെയ്യും. ഓക്കെ, എന്നാൽ ബാക്കിയുള്ളതും കൂടെ നോക്കണ്ടേ. അവിടെ 60 ചിലപ്പോൾ നമുക്ക് 40 കിട്ടത്തോളായിരിക്കും. ബാക്കി ഇതാ നോക്കൂ, നാച്ചുറൽ സയൻസിൽ നിന്ന് 10 മാർക്കാണ്. അതേപോലെ തന്നെ നോക്കൂ, ഫിസിക്സും കെമിസ്ട്രിയും വരുന്നുണ്ട്. ഫിസിക്കൽ സയൻസ് അതിൽ നിന്ന് നമുക്ക് 10 മാർക്കാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷും മലയാളവും പഠിക്കേണ്ട എന്നുള്ളതാണ്. മാത്സും മെന്റൽ എബിലിറ്റി മാത്രം പഠിക്കുക, അത് ബേസിക് സാധനങ്ങൾ മാത്രം പഠിക്കുക. ലഘുഗണിതം 10 മാർക്ക്, അതുപോലെ തന്നെ നാടെ മെന്റൽ എബിലിറ്റി 10 മാർക്ക്. സിമ്പിൾ സാധനങ്ങളേ ഉള്ളൂ. കണ്ടോ? അപ്പൊ ഈസി ആയിട്ട് ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടിയില്ലേ, ഇത്രയേ ഉള്ളോ ഈ 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇനി 70 ദിവസം തന്നെ ധാരാളമാണ്. ആക്ച്വലി ഒരു 60 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 1.5 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പഠിക്കേണ്ട സാധനങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഓക്കെ, അത് നിങ്ങൾ അത്രത്തോളം സമയം സ്പെൻഡ് ചെയ്യുക. ചിലവർ ഇനി 2 മാസം 3 മാസം കിട്ടിയാലോ 1 മണിക്കൂർ വെച്ച് പഠിക്കുന്നവർക്ക് ഒന്നും ആവത്തില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ സമയം ഇൻവെസ്റ്റ് ചെയ്യുക, അതിലേക്കൊക്കെ വരാം. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കുക. ഓരോ ടോപ്പിക്കുകളും പഠിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യുക, അത് മാർക്ക് ചെയ്ത് പോവുക. ഓക്കെ, അത് പഠിച്ചു കഴിഞ്ഞു ഇത്ര എത്തുമ്പോഴത്തേക്കും ബാക്കി 2 പഠിക്കാൻ നമുക്ക് നല്ല ആവേശമായിരിക്കും. സോ അതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടുന്ന കാര്യം. ചെയ്യുമല്ലോ, ഉറപ്പാണല്ലോ? ശരി, അങ്ങനെയെങ്കിൽ ഞാൻ രണ്ടാമത്തെ കാര്യം പറയട്ടെ. നിങ്ങള് പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു മോക്ക് ടെസ്റ്റ് എഴുതി നോക്കുക. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ചിലവർക്ക് അങ്ങ് ഓവർ കോൺഫിഡൻസ് ആണ്. ഞാൻ എന്തൊക്കെയോ അറിയാം, എനിക്ക് എന്തൊക്കെയോ അറിയാം, ഞാൻ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ്. പക്ഷെ എക്സാം ഹാളിൽ പോയി ഇരിക്കുമ്പോഴായിരിക്കും ആ കോൺഫിഡൻസ് എല്ലാം ചോർന്നു പോകുന്നത് അല്ലെ. സോ അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വരരുത്. നമ്മൾ അതിനു മുമ്പേ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒരു എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അതും 10th ലെവൽ പ്രിലിംസിന്റെ പരീക്ഷ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഓക്കെ, അതായത് ലേറ്റസ്റ്റ് ആയിട്ട് 2025 നടന്ന 10th പ്രിലിംസിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
എക്സാം പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇനി ഇപ്പൊ അതല്ല, നിങ്ങൾക്ക് എൻട്രി ആപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിന്റെ ഹോം പേജില് എക്സാംസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം ഉണ്ട്, ഒരു ബോക്സ് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ ഇതുവരെ നടന്നിട്ടുള്ള പണ്ട് തൊട്ടുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്ത് മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ അവിടെ ടൈമറും ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് കൂടെ അതിനകത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു മെത്തേഡ് ഞാൻ പറഞ്ഞു തരട്ടെ. അതാ ഈ OMR ഷീറ്റ് വെച്ച് ചെയ്യുന്നതാണ്. OMR ഷീറ്റ് വെച്ച് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു OMR ഷീറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഈ OMR ഷീറ്റ് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം 2025 10th പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. PSC ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് PDF കിട്ടും. PDF കിട്ടിയതിനു ശേഷം നിങ്ങൾ ഫോണിൽ എന്ത് ചെയ്യുക, ടൈമർ സെറ്റ് ആക്കുക. ടൈമർ സെറ്റ് ആക്കിയിട്ട് നിങ്ങൾ ഇത് പ്രിന്റ് എടുത്ത ശേഷം അതിനകത്ത് ബബിൾ ചെയ്ത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അറിയാവുന്നത് മാത്രം ബബിൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് അതിന്റെ പ്രൊവിഷണലോ അല്ലെങ്കിൽ ഫൈനൽ ആൻസർ കീയോ വെച്ചിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത്. പിന്നെ ഈ OMR ഷീറ്റിൽ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാല്, നിങ്ങൾക്ക് എക്സാം ഹാളിൽ പോയി ഇരിക്കുമ്പോൾ ഉള്ള ആ ടെൻഷൻ, ഇത് സാധനം കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും അയ്യോ ഇത് തെറ്റിപ്പോകൂ എന്ന് ഓർത്ത് തന്നെ കുറെ പേര് അങ്ങ് ടെൻഷൻ അടിക്കും. അപ്പൊ ആ ഒരു സംഭവമൊക്കെ നമ്മളെ കയ്യിൽ ഈ സാധനം എപ്പോഴും ഉള്ളത് കൊണ്ട്, നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് അത് നമുക്ക് മാറി കിട്ടും. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ PDF നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു OMR ഷീറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് പോയി പ്രിന്റ് എടുത്ത് അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, OMR പ്രാക്ടീസ്. അത് ഇപ്പൊ മാത്രമല്ല, നിങ്ങൾ ഇനി അങ്ങോട്ടേക്കുള്ള ആ 70 ദിവസങ്ങളിലായിട്ട് പല പരീക്ഷകളും ഇതേപോലെ നിങ്ങൾ ഒരു ദിവസത്തെ കുറച്ച് സമയം ഇതിനു വേണ്ടി മാറ്റി വെച്ചാല് നിങ്ങൾക്ക് നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് മനസ്സിലാകും. നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കൂടി വരികയും ചെയ്യും. ഒരിക്കലും 0യിൽ നിൽക്കുന്ന ഒരാള് നേരെ പോയി പരീക്ഷ എഴുതുമ്പം 100 മാർക്ക് വാങ്ങത്തില്ല. അവിടെ 0യിൽ നിന്നും 10ലെത്തി, 10ൽ നിന്ന് 20ലെത്തി, അങ്ങനെ പടി ആയിട്ട് മാത്രമേ 100ലെത്തത്തുള്ളൂ. അതുകൊണ്ട് ഓവർ കോൺഫിഡൻസ് ഒന്നും വേണ്ട. പരീക്ഷ എഴുതി തന്നെ തെളിയണം. ഓക്കെ, എഴുതിയിട്ട് വേണം എന്ത് ചെയ്യാൻ, മെയിൻ എക്സാമിലേക്ക് പോകാനായിട്ട്. മനസ്സിലായോ? പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ രണ്ടാമത്തെ കാര്യം കഴിഞ്ഞു. എക്സാം പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, ഒരു മോക്ക് എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ അല്ലേ? ചെയ്ത് നോക്കുമല്ലോ, ഉറപ്പാണേ? ശരി, അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ കാര്യം, അപ്പൊ നിങ്ങൾ എക്സാം ഒക്കെ എഴുതി നോക്കി, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 20 മാർക്കായിരിക്കാം, 10 മാർക്കായിരിക്കാം, 15 മാർക്കായിരിക്കാം. ദാറ്റ്സ് ഓക്കെ. നിങ്ങൾ എന്താ പഠിച്ചു തുടങ്ങുകയല്ലേ, പഠിച്ചു കയറി പോകാൻ പോവല്ലേ. അപ്പൊ അതൊന്നും കുഴപ്പമില്ല, അതൊന്നും നെഗറ്റീവായി നിങ്ങൾ ചിന്തിക്കേണ്ട. ഓരോ പരീക്ഷകൾ കഴിയുന്നതോറും മാർക്ക് ഇംപ്രൂവ് ആയി വന്നോളും. ഓക്കെ, ഇനി അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ സെറ്റ് ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഈ ഡെയിലി സ്റ്റഡി പ്ലാനിൽ ഈ 70 ദിവസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ സിലബസ് ഫുള്ള് കവർ ചെയ്യണം. ഇത് നമ്മുടെ ബാച്ചിലർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയ ഒരു പ്ലാനിന്റെ ജസ്റ്റ് ഒരു ഇമേജ് ആണ്. അത് ഓരോ ദിവസങ്ങളിലായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ഓരോ ദിവസങ്ങളിലായിട്ട് അതിന്റെ ക്ലാസ്സുകൾ കൊടുക്കുന്നു. അതിന്റെ ലൈവ് ക്ലാസ്സിലൂടെ നമ്മൾ അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ പ്രാക്ടീസും നമ്മൾ ലൈവിലൂടെ ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ അതിന്റെ ഒരു 10 ദിവസം ആകുമ്പോൾ ഈ പഠിച്ച ടോപ്പിക്സ് എല്ലാം കൂടെ വെച്ചുകൊണ്ട് ഒരു പരീക്ഷ, 10,000 പിള്ളേരെ ഒരു പരീക്ഷ എഴുതുമ്പോഴത്തേക്കും അതിനകത്ത് താൻ എവിടെ നിൽക്കുന്നു എന്നുള്ളത് റാങ്ക് ലിസ്റ്റ് വരുമ്പം അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ അങ്ങനെ ഒരു മത്സരമാണ് നമ്മുടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓൾറെഡി നമ്മുടെ ബാച്ചില് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷെ ഞാനിതൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ട സമയത്താണ് കുറെ ആൾക്കാര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, ഇത് നമുക്ക് കിട്ടുമോ, ഇത് ഞങ്ങൾക്കും കൂടെ ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിക്ക്. സോ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പുറത്തേക്കും കൂടെ ഒരു ഫൈനൽ ബാച്ച്, കാരണം 70 ദിവസം കൊണ്ട് വർക്ക് ചെയ്യേണ്ട എഫേർട്ട് കൂടുതലാണ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക. ജസ്റ്റ് ചുമ്മാ വന്ന് ഇവിടെ എന്ത് നടക്കുന്നു എന്ന് നോക്കാനായിട്ട് ഇങ്ങോട്ട് ആരും വരണ്ട. ഓക്കെ, കൃത്യമായിട്ട് പഠിക്കാം. ഞാൻ അത്രത്തോളം എഫേർട്ട് ഇട്ടോളാം, ഞാൻ അത്രത്തോളം കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണ്, ഞാൻ അത്രത്തോളം തരുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി പഠിക്കാം, ഞാൻ അത്രത്തോളം സമയം അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളവർ മാത്രം ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും അതിന്റെ നഷ്ടം. ഓക്കെ, അതുകൊണ്ട് പഠിക്കാൻ താല്പര്യമുള്ളവരെ മാത്രമേ ഇങ്ങോട്ടേക്ക് നമ്മൾ ക്ഷണിക്കുന്നുള്ളൂ. കാരണം ഇത് ഫൈനൽ പ്രിപ്പറേഷൻ ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഫൈനൽ പ്രിപ്പറേഷൻ ആണ്. നമ്മൾ ഒന്നേന്ന് പറഞ്ഞ A to Z കാര്യങ്ങൾ നിങ്ങളെ ഇങ്ങനെ പറഞ്ഞു തരാൻ സമയമില്ല. ഓടി പോകേണ്ടതായിട്ടുണ്ട്.
ഓക്കെ, എല്ലാവരും ഓടുന്നുണ്ട്, അതിനൊപ്പം നമ്മളും പിടിച്ചോടണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്താൽ മതിയാകും. ബാച്ചിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു പ്ലാൻ സെറ്റ് ചെയ്യുക. നമ്മൾ പ്ലാൻ സെറ്റ് ചെയ്ത് എന്തിനാന്ന് വെച്ചാല് നമ്മൾ ഒരു പ്ലാനും ഇല്ലാതെ ചുമ്മാ ഇന്ന് ഈ ടോപ്പിക്ക് പഠിക്കാം, അത് കുറച്ചേ എത്തത്തുള്ളൂ. നെക്സ്റ്റ് ഡേ എനിക്ക് അത് പഠിക്കാൻ താല്പര്യമില്ല, സോ ഞാൻ ഇപ്പുറത്തെ വേറെ ടോപ്പിക്ക് പഠിക്കാം. അങ്ങനെ നമ്മളെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ ഓരോ ടോപ്പിക്ക് പഠിച്ചു പോവുകയാണെങ്കിൽ ഫൈനലി നമുക്കത് ഭയങ്കരമായിട്ട് ഒരുപാട് പെൻഡിങ് ഉണ്ടാവും, നമുക്ക് കൃത്യമായിട്ട് തീർക്കാൻ പറ്റാതാവും. അങ്ങനെ ഒരുപാട് ഡ്രോബാക്സ് അതിനകത്ത് ഉണ്ടാവും. അതുകൊണ്ടാണ് കൃത്യമായ ഒരു ദിവസം ഞാൻ ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കും, അത് എത്രത്തോളം സമയം മാറ്റി വെച്ചാലും ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉറങ്ങത്തുള്ളൂ എന്നുള്ള വാശി. ഞങ്ങൾ ആ പിള്ളേരൊക്കെ 5:30 എണീക്കും കേട്ടോ. എന്നെ കേട്ടോണ്ടിരിക്കുന്നവരൊക്കെ ചിലപ്പോൾ എന്റെ സ്റ്റുഡൻസ് ആയിരിക്കാം. അപ്പൊ ഞങ്ങൾ 5:30 എഴുന്നേറ്റ് രാവിലെ ഗുഡ് മോർണിംഗ് ഒക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ പഠിക്കാനൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ അത്രത്തോളം ആ ഒരു ആത്മാർത്ഥത ഉള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അവര് എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുന്നു. അവരോടൊപ്പം ചേരാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ചേരാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഡെയിലി പ്ലാൻ സെറ്റ് ചെയ്യുക, ഓരോ ടോപ്പിക്കായിട്ട് പഠിച്ച് വരിക. ഈ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എനിക്ക് 4ാമതായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. എന്താന്ന് വെച്ചാല് വെറുതെ ക്ലാസ് കേട്ട് ചുമ്മാ ഇരുന്ന സമയം കളയരുത്. കൃത്യമായിട്ട് 1 മിനിറ്റ് പോലും നമുക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കി അത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി അടുത്തൊരു കാര്യം ഞാൻ പറയട്ടെ. പ്രിലിംസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻസ് വരും. ഈ മെയിൻസിൽ പഠിക്കാനുള്ളത് കമ്പനി ബോർഡ് LGSന്റെ ആയിക്കോട്ടെ, ബെബ്കോ LDയുടെ ആയിക്കോട്ടെ. ബെബ്കോ LDയുടെ സിലബസ് കുറച്ചും കൂടെ വാസ്റ്റ് ആണ്, എന്നാൽ കമ്പനി ബോർഡ് LGSന് അത്രത്തോളം ഇല്ല. നമ്മൾ ഈ പ്രിലിംസിന് പഠിക്കുന്ന ഓൾമോസ്റ്റ് കാര്യങ്ങൾ തന്നെ മെയിൻസിനും വരുന്നുള്ളൂ. സോ അവിടെ ഇപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അവിടത്തേക്കും കൂടെ വേണ്ടുന്ന കാര്യങ്ങളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലുണ്ടാകണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, പഠിക്കുന്ന സമയത്ത് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പൊ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ട്. നിങ്ങൾ വിചാരിക്കും എനിക്ക് സമയമില്ല, അത്രയും സമയം പോകുന്നു എന്നുള്ളത്. ഇത് സമയം പോകുന്നു എന്ന് ഇപ്പൊ ചിന്തിക്കുന്നവര് പിന്നീട് ഒരുപാട് സമയം ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഇപ്പം സമയമുണ്ട് എന്ന് ചിന്തിച്ച് അത് കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തി ഷോർട്ട് നോട്ട് എഴുതുന്നവര് പിന്നീട് നിങ്ങൾ ഓവർ ടൈം അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ജസ്റ്റ് ആ ഒരു ഷോർട്ട് നോട്ട് വായിച്ചു പോയാൽ മാത്രം മതിയാവും. മനസ്സിലായോ? അതാണ് അവിടെ വ്യത്യാസം വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക, അത് ചെയ്ത് തന്നെ വരിക. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ഷോർട്ട് നോട്ട് ആകുമ്പോഴത്തേക്കും നമുക്കൊരു കോൺഫിഡൻസ് ആണ്, നമുക്ക് അത് ചെയ്ത് എഴുതി ആ ഓർമ്മ എവിടെയെങ്കിലും തങ്ങി നിൽക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് പോവാനും പറ്റും. അപ്പൊ അങ്ങനെ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് വരാം. മാത്സിന്റെ കാര്യത്തിൽ സ്പെഷ്യൽ ആയിട്ട് ഞാൻ പറയുന്നു, മാത്സ് ചെയ്ത് തന്നെ തെളിയണം. ഓക്കെ, മാത്സ് ബുദ്ധിമുട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. നമ്മൾ മാത്സിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഞാൻ മാത്സിന്റെ ലൈവ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ മാത്സ് ഒട്ടും അറിഞ്ഞൂടാത്തവർക്ക് പോലും നമ്മളെ മാക്സിമം നമ്മുടെ സൈഡിൽ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ വെറുതെ ചുമ്മാ ഇരിക്കുകയല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, മാക്സിമം പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കുന്നു. അവരെ ആ ഒരു പ്രോബ്ലത്തിൽ അങ്ങ് എക്സ്പേർട്ട് ആക്കണം. അതായത് ഒരു പാറ്റേൺ ആയിരിക്കും, പക്ഷെ അതിൽ നിന്നൊരു 10 ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ പാറ്റേൺ നമ്മുടെ മനസ്സിൽ തെളിയും അല്ലെ. ആ ഒരു രീതിക്ക് നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാൻ പറ്റും അവിടെ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് മാക്സിമം സ്പീഡില് മാത്സ് ചെയ്യാൻ ശ്രമിക്കാം. ഇനി ആ സ്പീഡ് എന്നുള്ള വാക്ക് ഞാൻ ഒന്ന് എടുത്തു പറയട്ടെ. ഇവിടെ ഡിഗ്രി പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞപ്പോ പോലും ഫസ്റ്റ് ഫേസ് എക്സാം കഴിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ കുട്ടികൾ പറഞ്ഞൊരു കാര്യം, ചെയ്യാൻ സമയം കിട്ടിയില്ല, ഇംഗ്ലീഷ് ചെയ്യാനും മാത്സ് ചെയ്യാനും സമയം കിട്ടിയില്ല എന്നുള്ളതാണ്. അവിടെ നമ്മളെ തെറ്റാണ്, നമുക്ക് പറ്റുന്ന അബദ്ധമാണ്. അതായത് മാത്സ് പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്പീഡിൽ എഴുതി പഠിക്കുക. നിങ്ങൾ കുറെ പേര് ചെയ്യുന്ന ഒരു രീതിയാണ്, പതുക്കെ 1 + 2 - 8 ഇങ്ങനെ പതുക്കെ എഴുതും. എന്നാൽ ആ സെയിം സ്പീഡ് മാത്രമേ നമുക്ക് എക്സാം ഹാളിൽ പോയി ഇരിക്കുമ്പോഴും ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അവിടെയാണ് നമുക്ക് അബദ്ധം പറ്റുന്നത്. അങ്ങനെ വരാൻ പാടില്ല. നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ സ്പീഡില് നമ്മുടെ ബ്രെയിൻ സ്പീഡിൽ വർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. എങ്കിലേ നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴും ആ സ്പീഡ് നമുക്ക് കിട്ടത്തുള്ളൂ. സോ മാത്സിന് സ്പീഡ് ഇല്ലാത്തവരോട് പറയുകയാണ്, ചെയ്ത് വരുമ്പോ നിങ്ങൾക്ക് സ്പീഡ് വരും. ഇപ്പൊ നമ്മളിപ്പോ ലൈവിലൂടെ ഒരു പ്രോബ്ലം ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചടപടയെന്ന് ആൻസർ പറയുന്ന കുട്ടികളുണ്ട്. അവര് ചെയ്ത് തെളിഞ്ഞു വന്നവരാണ്. അപ്പൊ ഒട്ടും ആൻസർ പറയാൻ പറ്റാത്ത കുട്ടികളുമുണ്ട്. അവരെന്ത് ചെയ്യുന്നു, അവിടെ ബേസ് ഇല്ലാതെ ഒന്നും അറിഞ്ഞുകൂടാതിരിക്കുന്ന കുട്ടികളാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, മറ്റവരെ പോലെ എത്താൻ ഇയാൾ വിചാരിച്ചാൽ സാധിക്കും. ഈ 2ാമത്തെ കാറ്റഗറി ആൾക്കാർ വിചാരിച്ചാൽ സാധിക്കും. അപ്പൊ എങ്ങനെ വേണം, മാത്സിന്റെ കാര്യത്തിൽ അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മാത്രമേ മുന്നോട്ട് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അവിടെ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. മാത്സിൽ ആകെപ്പാട് മെന്റൽ എബിലിറ്റിയുടെ മാത്സിനെ കുറച്ച് പോർഷനേ ഉള്ളൂ. അത് നല്ല തറവായിട്ട് അങ്ങ് പഠിച്ചോണം. എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ
ക്വസ്റ്റ്യൻ വരുന്നു ആ രീതിയിലെല്ലാം പ്രാക്ടീസ് ചെയ്തോണ്ട് എവിടെ നിന്നൊക്കെ ക്ലാസ് കിട്ടുന്നുണ്ടോ അവിടെ നിന്നെല്ലാം അങ്ങ് പഠിച്ച് സെറ്റ് ആയിക്കോളാം. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാത്സിലും ഫുൾ മാർക്കും നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഷോർട്ട് നോട്ട് എഴുതാൻ മറക്കരുത്, മാത്സ് ചെയ്ത് പഠിക്കാനും മറക്കരുത്. അപ്പൊ 4ാമത്തെ കാര്യം കഴിഞ്ഞു. ഇനി എനിക്ക് പറയാനുള്ള 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് ടോപ്പിക് വൈസ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കിട്ടുമെങ്കിൽ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതായത് നമ്മളിപ്പോ ഒരു ചട്ടമ്പി സ്വാമി എന്ന് പറയുന്ന ടോപ്പിക് പഠിക്കുന്നു. ആ സമയത്ത് ചട്ടമ്പി സ്വാമിയുമായി ബന്ധപ്പെട്ട PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മള് ടോപ്പിക് വൈസ് ആയിട്ടുള്ള, ഇപ്പൊ ടോപ്പിക് വൈസ് ബുക്കുകളൊക്കെ PYQ ബുക്കുകളൊക്കെ ഒരുപാട് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. നിങ്ങൾ ഒന്നെങ്കിൽ അത് യൂസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ പഠിക്കുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഒരു പാറ്റേൺ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ ടോപ്പിക് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. PSC എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ടും സാധിക്കും. ഇപ്പൊ ഓൾറെഡി പരീക്ഷകൾ ഒരുപാട് എഴുതിയ കുട്ടികളാണെങ്കിൽ ഓൾറെഡി അവർക്ക് അറിയായിരിക്കും ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം, ഈ പോയിന്റ്സ് ഒക്കെ ചോദിക്കാം എന്നറിയാം. പക്ഷെ പുതിയതായിട്ട് PSCയിലേക്ക് വന്നവർക്കും ഗ്യാപ്പ് വന്നവർക്കും ഒക്കെ ആയിരിക്കും ഈ ഒരു ടച്ച് ഇല്ലാതിരിക്കുന്നത്. സോ ടോപ്പിക് വൈസ് PYQ ഇസ് എ ബെസ്റ്റ് ചോയ്സ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ടോപ്പിക് വൈസ് PYQs ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അത് ഒരുപാട് യൂസ്ഫുൾ ആണ്. അത് നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അയ്യങ്കാളി, അപ്പൊ നമ്മൾ പോയി ടോപ്പിക് വൈസ് നോക്കുന്നു, അയ്യങ്കാളി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആണല്ലോ, ഇത് അത്രത്തോളം പഠിച്ചെടുക്കാലോ എന്നുള്ളൊരു സംഭവം നമ്മുടെ ഉള്ളിൽ വരും. ഓക്കെ, ആ ഒരു സംഭവത്തിന് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ഒരു ടോപ്പിക് വൈസ് PYQ ആണ്. സോ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ 5ാമത്തെ കാര്യം കഴിഞ്ഞു. ഇനി 6ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു 147 റിവിഷൻ റൂൾ ആണ്. നിങ്ങൾ പഠിക്കും, സിലബസ് കവർ ചെയ്യും, നേരെ പോയി എക്സാം എഴുതും. എക്സാം ഹോളിൽ ഇരിക്കുമ്പം കൃത്യമായിട്ട് പഠിച്ച കാര്യം ഓർത്തെടുക്കാൻ പറ്റാതെ വരും. പറ്റിയിട്ടില്ലേ? ഉറപ്പായിട്ടും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും അല്ലെ? സോ അങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രോപ്പർ ആയിട്ട് റിവിഷൻ ചെയ്യുക. ഇനി എങ്ങനെ റിവിഷൻ ചെയ്യണമെന്ന് എപ്പോഴും എന്റെ കുട്ടികൾ ചോദിക്കാറുണ്ട്. എങ്ങനെ റിവിഷൻ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഡെയിലി പഠിക്കുന്ന കാര്യം ഡെയിലി റിവിഷൻ ചെയ്യുക. അതാണ് 1. അന്നുള്ള കാര്യം അന്നന്ന് റിവിഷൻ ചെയ്യുക. ഇന്ന് ഞാൻ എന്തൊക്കെ ടോപ്പിക്ക് പഠിച്ചോ അത് ഞാൻ ഇന്ന് രാത്രി ഒന്നും കൂടെ റിവിഷൻ ചെയ്ത് അത് മൊത്തം ഒന്നും കൂടെ വായിച്ച് ഒന്ന് സെറ്റ് ആക്കിയിട്ട് മാത്രമേ ഞാൻ ഇന്ന് ഉറങ്ങത്തുള്ളൂ എന്നുള്ള ഒരു നിർബന്ധം അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാണെങ്കിൽ ആ ഒരു 1 ടാസ്ക് കഴിഞ്ഞു. ഇനി 4 എന്ന് പറയുന്നത് എന്താണ്? ഇന്ന് നമ്മൾ പഠിച്ച കാര്യം അടുത്ത 4ാമത്തെ ദിവസം പഠിച്ച കാര്യവും റിവിഷൻ ചെയ്യണം. ഒപ്പം തന്നെ നമ്മൾ ഇന്ന് പഠിച്ച കാര്യം കൂടി അന്ന് റിവിഷൻ ചെയ്യണം. അപ്പോ ഒരു ഗ്യാപ്പ്, ഒരു 3 ദിവസത്തെ ഗ്യാപ്പ് അവിടെ വന്നിട്ടുണ്ട്. ചിലപ്പോ ചില പോയിന്റ്സ് നമ്മുടെ മൈൻഡിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അവിടെ റിവിഷൻ ചെയ്യുമ്പോൾ അത് ഒന്നും കൂടെ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ ബ്രെയിൻ അത് ലോഡ് ചെയ്ത് വെക്കുകയാണ്. അപ്പൊ 4ാമത്തെ റിവിഷൻ ജസ്റ്റ് നിങ്ങൾ ഒത്തിരി സമയമൊന്നും അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു 10-15 മിനിറ്റ് അതിന് വേണ്ടി മാറ്റി വെച്ചാൽ മതി. അപ്പൊ നമ്മൾ 4ാമത്തെ ദിവസവും അത് പഠിച്ചു. പഠിച്ചതിന് ശേഷം അടുത്ത 7ാമത്തെ ദിവസം അത് ഒന്നും കൂടെ ഒന്ന് ഓട്ടിച്ചൊന്ന് റിവിഷൻ ചെയ്യുക. അപ്പോഴേക്കും ആ ടോപ്പിക് അങ്ങ് സെറ്റ് ആയിക്കോളും. പിന്നെ നമ്മള് അത് എക്സാം ഹോളിൽ പോയി ഇരിക്കുമ്പോൾ നല്ലപോലെ നമുക്ക് അത് ആൻസർ ചെയ്യാനും സാധിക്കും. സോ ഈ ഒരു റിവിഷൻ റൂള് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒന്ന് ട്രൈ ചെയ്ത ശേഷം ഈ ഒരു എക്സാം എഴുതി നോക്കിക്കേ. എന്നിട്ട് നിങ്ങൾ എന്റെ അടുത്ത് വന്ന് പറയണം ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ 147 റിവിഷൻ റൂള് പ്രാക്ടീസ് ചെയ്യുക. ഇന്ന് പഠിച്ച കാര്യം ഇന്നത്തെ ദിവസവും 4ാമത്തെ ദിവസവും 7ാമത്തെ ദിവസവും നമ്മളൊന്ന് റിവിഷൻ ചെയ്താൽ, അതായത് ഒരു ടോപ്പിക്ക് നമ്മൾ 3 റിവിഷനിലൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് നമുക്ക് സെറ്റ് ആണ്. അവിടെ നമുക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ടി വരത്തില്ല. കോൺഫിഡന്റ് ആയിട്ട് പോയി എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് കാര്യം, 7ാമത്തെ കാര്യം, അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ സമയം നിങ്ങൾ വാല്യൂ ചെയ്യുക. അതായത് നിങ്ങളിപ്പോ ഒരുപാട് സമയം ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയ, റീൽസ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അങ്ങനെ നിങ്ങൾ ഒരുപാട് ടൈം ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കാറുണ്ട്. പുറത്തു പോകുന്നു, ട്രിപ്പ് പോകുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് സമയമുണ്ട്. എന്നാൽ പഠിക്കാൻ സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് മാത്രം സമയമില്ല അല്ലെ? ഒരുപാട് പേരുടെ ഒരു കാര്യമാണ് പഠിക്കാനും സമയം കിട്ടുന്നില്ല ടീച്ചറെ, അതുകൊണ്ടാണ് എനിക്ക് അത് ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക,
നിങ്ങള് സമയം വിലപ്പെട്ടതാണ്. അത് 1 മിനിറ്റ് ആണെങ്കിൽ 1 മിനിറ്റ് ഒരു ചോദ്യം പഠിക്കാൻ പറ്റുമെങ്കിൽ ആ 1 മിനിറ്റിൽ പഠിച്ചൊരു ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നുണ്ടെങ്കിൽ ആ 1 മിനിറ്റ് നിങ്ങൾക്ക് അത്രത്തോളം വാല്യൂബിൾ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ 1 മിനിറ്റ് ആ അത്രത്തോളം സമയം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി ഇനിയുള്ള ദിവസം, ഇതുവരെ ഉള്ളത് പോട്ടെ, ഇതുവരെ ഉള്ളത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട, ഫാസ്റ്റ് ഈസ് ഫാസ്റ്റ്. പക്ഷെ ഇനിയുള്ള ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഞാൻ ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ പഠിക്കും. ടൈം ടേബിൾ സെറ്റ് ആക്കുക. ഞാൻ 5:30 മുതൽ അല്ലെങ്കിൽ 5 മണി മുതൽ 7 മണി വരെ ഒരു ടോപ്പിക്ക് പഠിക്കും, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് പോർഷൻ കംപ്ലീറ്റ് ആക്കും, അടുത്ത ഇന്ന സമയത്ത് അത് പഠിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു പ്രോപ്പർ ടൈം ടേബിൾ ഒരു ദിവസം ഒരു 6 മുതൽ 7-8 മണിക്കൂർ വരെ നിങ്ങൾ പഠിക്കാൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, പ്രിലിംസിനുള്ളത് നിങ്ങൾ ക്ലിയർ ആക്കും, മെയിൻസും ഈസി ആയിട്ട് നിങ്ങൾ ക്ലിയർ ആക്കി പോക്കോളും. ഓക്കെ, അതാണ് അവിടെ നമ്മൾ സമയം മാറ്റി വെച്ചാലുള്ള ഗുണം. സമയത്തിനെ വാല്യൂ ഉള്ളൂ. ഓക്കെ, അപ്പോ ബാക്കിയുള്ള എല്ലാ എന്റർടൈൻമെന്റ്സും കുറച്ചു നാളത്തേക്ക് നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ടല്ലേ, നമ്മുടെ ലൈഫ് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടല്ലേ, മറ്റാർക്കും വേണ്ടിയിട്ടല്ലല്ലോ. ഇപ്പൊ നിങ്ങൾ സമയം കളയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ജോലി കിട്ടിയതിനു ശേഷം അല്ലെങ്കിൽ ഈ എക്സാം ഒക്കെ കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് ചെയ്യാം. അതിനെല്ലാം നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് സമയമുണ്ട്. പക്ഷെ എക്സാം എഴുതാനും പഠിക്കാനുള്ള സമയം ഇപ്പോൾ മാത്രമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവാനായിട്ട് ശ്രമിക്കുക. മനസ്സിലായോ? സോ നിങ്ങളുടെ സമയം വാല്യുബിൾ ആണ്. അത് നിങ്ങൾ വളരെ വാല്യൂ കൊടുത്ത് തന്നെ മുന്നോട്ട് പോവുക. ഇനി ബാക്കി എല്ലാ കാര്യങ്ങളിൽ നിന്നും നോ പറയേണ്ടടുത്ത് നോ പറയണോടാ. നമ്മള് കൂട്ടുകാരെ വന്ന് വിളിക്കുമ്പോൾ നമുക്ക് പുറത്ത് പോവാം, ചായ കുടിക്കാം, പറ്റത്തില്ലെന്ന് പറഞ്ഞേക്കോ. നിങ്ങൾ പഠിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് ചമ്മലുണ്ടെങ്കിൽ വേണ്ട. നിങ്ങൾക്ക് ഇപ്പം വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടെന്നോ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ അതങ്ങ് നോ പറഞ്ഞ് ഒഴിവാവാനായിട്ട് ശ്രമിക്കുക കേട്ടോ. സോ കുറച്ച് നാളത്തേക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ മാറ്റി വെക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മാറ്റി വെക്കുമെന്ന് ഉറപ്പുള്ളവര് ഉറപ്പായിട്ടും ഞാൻ അത് മാക്സിമം സമയം എക്സാമിന് വേണ്ടി സ്പെൻഡ് ചെയ്യുമെന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ്. ഈ ഒരു 7 കാര്യങ്ങള് നിങ്ങൾ വരുന്ന ദിവസങ്ങളിലായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ എന്ത് പ്രിലിംസ് ഒക്കെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ബാച്ചിന്റെ കാര്യത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞല്ലോ മെയ് 11-ാം തീയതിയാണ് ബാച്ച്. മെയ് 11-ന് തന്നെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് മുന്നോട്ട് 11-ാം തീയതി കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ അഡ്മിഷൻ എടുക്കുമ്പോൾ ചിലപ്പോൾ 2 ടോപ്പിക്സ് ഒക്കെ പെൻഡിങ് ആയേക്കാം. ബിക്കോസ് എന്താണ്, നമുക്ക് സമയമില്ല. നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിർത്തി അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് വരെ നമുക്ക് പഠിക്കാതിരിക്കാനുള്ള സമയം നമുക്കില്ല. സോ നമ്മള് അപ്പൊ തന്നെ നമ്മള് പോർഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകും. സോ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ തരും. ഈ സ്റ്റഡി പ്ലാനിൽ നമ്മൾ ഓവറോൾ നമ്മുടെ സിലബസ് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആയിരിക്കും. അതിലൂടെ നമ്മൾ ഡെയിലി നിങ്ങൾക്ക് എന്ത് ചെയ്യും, ക്ലാസ്സുകൾ ഉണ്ടാകും. റെക്കോർഡഡ് ക്ലാസ്സിലൂടെ പഠിക്കേണ്ട പോർഷൻസ് കൃത്യമായിട്ട് പഠിക്കാം. മാക്സിമം എന്റെ എബിലിറ്റി ചെയ്യുക. മാക്സിമം നിങ്ങൾ വീഡിയോസ് കണ്ടു പഠിക്കണം. ബാക്കിയുള്ള ടോപ്പിക്സ് ഒക്കെ പറ്റുന്നെങ്കിൽ സമയമുള്ളവരാണെങ്കിൽ ക്ലാസ് കണ്ടു പഠിക്കണം. അല്ലെങ്കിൽ PDF നോട്ട് നോക്കി പഠിക്കാം. അങ്ങനെ മാക്സിമം പഠിച്ചതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിവിഷൻ ലൈവ് ക്ലാസ് എന്റേതാണ്. നിങ്ങൾ എന്റെ ബാച്ച് പിള്ളേരായതുകൊണ്ട് എന്റെ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടുന്നത്. ബാക്കിയുള്ള അധ്യാപകരുടെ കിട്ടത്തില്ലെന്നല്ല, എല്ലാവരുടെയും കിട്ടും. അതിന്റെ കൂടുതലായിട്ടും എന്റെ ലൈവ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ലൈവ് ക്ലാസ്സിലൂടെ നമ്മൾ മാക്സിമം പോർഷൻസ് റിവിഷൻ പോലെ നമ്മൾ കവർ ചെയ്യും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യും. മാത്സ് ഒക്കെ നിങ്ങളെ ചെയ്ത് പഠിപ്പിക്കും. നിങ്ങൾ അവിടെ ഇരുത്തി ചെയ്യിപ്പിക്കും. നമ്മളൊരു കമ്പൈൻഡ് സ്റ്റഡി രീതിയിലാണ്. അപ്പൊ നമ്മൾ അവിടെ ഇരുത്തി ചെയ്യിപ്പിക്കും. അതേപോലെ തന്നെ PDF നോട്ട് ഉണ്ടാവും. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെന്താണ്, പേഴ്സണൽ മെന്റർഷിപ്പ്. ഇപ്പൊ ഞാൻ എന്റെ ബാച്ച് ആണെന്നെങ്കിലും നിങ്ങളെ ഫുൾ ടൈം അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു മെന്റർ കൂടി ഉണ്ടാകും. അപ്പൊ ആ മിസ്സായിരിക്കും നിങ്ങളെ കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തരാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. ബാക്കി ആപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട് കാര്യങ്ങളെല്ലാം തന്നെ മിസ്സായിരിക്കും നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാനായിട്ട് പോകുന്നത്. ദെൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള നോട്ട്സും കാര്യങ്ങളും എല്ലാം വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിരിക്കും നമ്മൾ ഷെയർ ചെയ്യുന്നത്. പിന്നെ സ്പെഷ്യൽ എക്സാംസ് ഉണ്ടാകും. സ്പെഷ്യൽ എക്സാംസ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന സ്റ്റഡി പ്ലാൻ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള 10 ദിവസം കൂടുമ്പോൾ ഒരു എക്സാം ഉണ്ടാകും. അല്ലാതെ നിങ്ങൾക്ക് സ്പെഷ്യൽ മോക്ക് എക്സാംസും മോഡൽ എക്സാംസും ഒക്കെ നിങ്ങൾക്ക് ലൈവ് എക്സാംസും ഒക്കെ തരുന്നതായിരിക്കും. പിന്നെ ഈ എക്സാംസ് ബേസ് ചെയ്തുകൊണ്ട് എഴുതുന്നവരെല്ലാവരുടെയും ഒരു ലിസ്റ്റ് വെച്ചുകൊണ്ട് ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാകും. ഈ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ സ്വയം മനസ്സിലാക്കാനുള്ള ഒരു പാറ്റേൺ ആണ്. സോ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാം. ഇതെന്താന്ന് വെച്ചാല് മറ്റുള്ളവരുമായിട്ട് മത്സരിച്ചാൽ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവത്തുള്ളൂ. നമ്മൾ മത്സരിക്കാതെ നമ്മൾ വീട്ടിലിരുന്ന് പഠിച്ച് നേരെ പോയി പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാരുമായിട്ട് മത്സരിച്ച് നമ്മൾ താഴെ കിടക്കത്തേ ഉള്ളൂ. സോ നമുക്ക് എത്രത്തോളം നമ്മൾ ഇനി മുകളിലേക്ക് പോകാനുണ്ട് എന്നറിയണമെങ്കിൽ മറ്റുള്ളവരുമായിട്ട് മത്സരിച്ച് തന്നെ നമ്മൾ
പഠിച്ചു വരണം. അതുകൊണ്ടാണ് നമ്മൾ ഈ റാങ്ക് ലിസ്റ്റ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ മാക്സിമം നമ്മൾ സിലബസ് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആയിരിക്കും നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു ബാച്ച്, നമ്മുടെ എന്റെ സ്പെഷ്യൽ ബാച്ച് ഇനി അങ്ങോട്ടേക്ക് പോകാനായിട്ട് പോകുന്നത്. ക്രാഷ് കോഴ്സ് ആണ്, വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ആ സമയത്തിനുള്ളിൽ നമുക്ക് മാക്സിമം പ്രിലിംസ് കടന്ന് എത്തണം. സോ ബാച്ചിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഫീസ് സ്ട്രക്ചർ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കാണുന്ന ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8891090666 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാം. അപ്പൊ ഇതാണ് നമുക്ക് ഇതിനെ പറ്റി പറയാനായിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇത്രയും നേരം കേട്ടിരുന്നതിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ വളരെ യൂസ്ഫുൾ ആയി എന്ന് ഞാൻ കരുതിക്കോട്ടെ. അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റൊരു ദിവസം ഇനിയും നമുക്ക് എക്സാമിന്റെ പ്രിപ്പറേഷൻ അടുപ്പിച്ച് നമുക്ക് ലൈവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിലൂടെ ഉണ്ടാവും. സോ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാം. മാക്സിമം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പഠിച്ച് സെറ്റ് ആക്കുക. ഇനിയുള്ള ദിവസം നമുക്ക് വിലപ്പെട്ടതാണ്. അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.